നമസ്കാരം. ചുള്ളി ഫാം മീഡിയയുടെ കണ്ടെയ്നർ ഫാമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ നമ്മൾ മൊത്തം കാണുന്നത് വള്ളിയിൽ കയറുന്ന പച്ചക്കറിയാണ്. അപ്പോൾ ഈ കൃഷി രീതിയെക്കുറിച്ച് ഒന്ന് പറയുമോ? സാധാരണ നമ്മൾ കണ്ടെയ്നർ ഫാമിങ്ങിൽ ഈ ചട്ടികളിൽ ചെറിയ ചെറിയ പച്ചക്കറികൾ മാത്രമേ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വള്ളിയായി പടർന്നു കയറുന്ന പന്തലിൽ കയറുന്ന പച്ചക്കറികൾ ഈ കണ്ടെയ്നർ ഫാമിങ്ങിൽ നമ്മൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ നമ്മൾ 25 ലിറ്ററിൻ്റെ എയർ പ്രൂണിങ് പോട്ടിൽ അതിന് ഈ പച്ചക്കറി വളരാൻ പടർന്ന് പന്തലിക്കാൻ വേണ്ടി പാകമായിട്ടുള്ള ഒരു സ്ട്രക്ചർ കൂടി ആക്കിയിട്ട് അതിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് മീഡിയ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിത് ഇതിന് റൂട്ട് വളരാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഏത് മീഡിയ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ സാധാരണ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഏകദേശം 45 ദിവസം പ്രായമായിട്ടുള്ള പയറാണിത്. ഇവിടെ ഏകദേശമുള്ള പച്ചക്കറികളെല്ലാം ഏകദേശം ഒരു മാസം 30 ദിവസം 45 ദിവസം ആ ഒരു പീരീഡിൽ വളർന്നു വന്നിട്ടുള്ള പച്ചക്കറികളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. നമുക്ക് ഇത് കാണാം. ഇപ്പോൾ ഈ ചെറിയൊരു സ്ട്രക്ചറായ കൂടെ തന്നെ നമുക്ക് മാക്സിമം വിളവ് ഈ ഒരു ചെറിയൊരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ചെറിയ ഏരിയയിൽ കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു രീതി തന്നെയാണ് നമുക്ക് ഈ രീതി ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത്രയും ചെറിയൊരു സ്ട്രക്ചറിൽ ഇത്രയും വലിയൊരു വിളവുണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചെറിയൊരു രഹസ്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതും കൂടി ഒന്ന് ഷെയർ ചെയ്യുമോ? തീർച്ചയായും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സീഡ് സെലക്ഷൻ തന്നെയാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള നല്ല വിത്തുൽപാദന ശേഷിയുള്ള വിത്തുകൾ തന്നെ നമ്മൾ അത് എവിടുന്നാണോ അത്രയും ജെനുവനായിട്ടുള്ള സ്ഥലത്ത് നിന്ന് തന്നെ നല്ല വിത്തുകൾ നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ICAR ബാംഗ്ലൂരിൻ്റെ ആർക്ക മംഗള എന്ന് പറഞ്ഞിട്ടുള്ള വിത്താണ് നമ്മൾ ഈ പയർ വിത്ത് ഉപയോഗിച്ചിട്ടുള്ളത്, ഈ സീഡ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നല്ല സീഡിൽ വിത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോട്ടും പിന്നെ അതിലുപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സുമാണ്. അപ്പോൾ നമ്മളിതിലിപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ കണ്ടെയ്നർ ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന എയർ പ്രൂണിങ് പോട്ട് തന്നെയാണ്. 25 ലിറ്ററിൻ്റെ എയർ പ്രൂണിങ് പോട്ട് തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പോട്ടിംഗ് മിക്സ് അതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മണ്ണും മാത്രമാണ് നമ്മളിതിൽ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് ഈ നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിചരണമാണ്. ആ പരിചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളപ്രയോഗവും പിന്നീട് അതിൻ്റെ ജലസേചനവും മറ്റു പരിപാലനങ്ങളൊക്കെയാണ്. ഈ പച്ചക്കറികളുടെ പരിപാലനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം വളപ്രയോഗം. അപ്പോൾ വളപ്രയോഗത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ചെടിക്ക് ആവശ്യമായിട്ടുള്ള 18 മൂലകങ്ങളിൽ ഏകദേശം 12 മൂലകങ്ങളും വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഈ പച്ചക്കറികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ചയും നല്ലപോലെ ഈൽഡും നമുക്ക് ഈ പച്ചക്കറികളിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ പച്ചക്കറികളിലെല്ലാം തന്നെ ഈ ഒരു കൃത്യമായിട്ടുള്ള അളവിലുള്ള വളപ്രയോഗം അത് കൃത്യമായ ഇടവേളകളിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിലുള്ള പച്ചക്കറികൾ ഈ ചെറിയൊരു സ്ട്രക്ചറിലായപ്പോൾ നമുക്ക് കൂടുതലൊരു ഈൽഡ് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യത്തിൽ കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തന്നെ ഈ പച്ചക്കറികൾക്ക് ഈ അളവിലുള്ള വളങ്ങൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നനയ്ക്കലും കൃത്യമായിട്ടുള്ള രീതിയിൽ ഇത് നനയ്ക്കുകയും ചെയ്യണം. ഈ ഒരു വളപ്രയോഗവും ഇത് രണ്ടുമാണ് നമ്മൾ ഈ പരിപാലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ 12 മൂലകങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് വളമാണ് നിങ്ങളിവിടെ ഉപയോഗിച്ചത്? നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഈ അർക്ക സസ്യ പോഷകരാസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഈ ചെടികൾക്ക് എല്ലാ മൂലകങ്ങളും കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ഈ ഒരു ലിക്വിഡിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാർഷിക ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ICARൻ്റെ കീഴിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒന്നാണ് IIHR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ. ICAR ഒരുപാട് വർഷത്തെ ഗവേഷണത്തിന് ശേഷം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മിശ്രിതമാണ് ഈ ആർക്ക സസ്യ പോഷകരാസ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് വലിച്ചെടുക്കാൻ, അതായത് ചെടികൾക്ക് ഡയറക്റ്റായിട്ട് മണ്ണിൽ നിന്നും ചെടികളിലേക്ക് ആഗിരണം ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമേഷനാണ് ഈ ഒരു ആർക്ക സസ്യ പോഷകരാസിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരുപാട് വർഷത്തെ ഗവേഷണത്തിന് ശേഷം അവരുടെ ഒരു കണ്ടുപിടുത്തമാണിത്. ഇത് 2 പാർട്ടായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. ഇത് പാർട്ട് A, ഇത് പാർട്ട് B. ഇങ്ങനെ 2 ബോട്ടിലായിട്ടാണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ICAR നിന്നും ലൈസൻസ് കരസ്ഥമാക്കിയിട്ട് ഈ അർക്ക സസ്യ പോഷകരാസിനെ കേരളത്തിൽ ചുള്ളി ഫെർട്ട് എന്ന പേരിൽ ചുള്ളി ഫാം ലഭ്യമാക്കുന്നുണ്ട്.
ഈ ചുള്ളി ഫെർട്ട് പാർട്ട് എ പാർട്ട് ബി ഈ 2 കോമ്പിനേഷനിലാണ് ഈ ഒരു മിശ്രിതം 2 ബോട്ടിലുകളിലായിട്ടാണ് ലഭ്യമാകുന്നത്. ഇത് രണ്ടിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള കോൺസെൻട്രേഷൻ വെള്ളത്തിൽ നേർപ്പിച്ച് നമുക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇത് ഫോളിയാർ ഫോമിലുള്ള ഇതാണ്, ലിക്വിഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റായിട്ട് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ ഈ കണ്ടെയ്നർ ഫാമിംഗ് കൃഷി ചെയ്യുന്നവർക്ക് ഈ മിശ്രിതം ഉപയോഗിച്ചാൽ മതിയല്ലേ? ഈ രീതിയിലുള്ള ഒരു കൃഷി രീതിക്ക് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് നമുക്ക് ഈ ചുള്ളി ഫെർട്ട് എന്ന് പറയുന്നത്. പാർട്ട് എ പാർട്ട് ബിയും 2 മിശ്രിതം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ ഉള്ള എല്ലാ കണ്ടെയ്നറുകളിലും ഈ ഒരു മിശ്രിതം മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു കൃഷി രീതിയിൽ നമ്മൾ വളത്തിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കൃഷി രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അടുത്ത നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പെസ്റ്റുകളെ അകറ്റുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് കീടങ്ങൾ ഇതിൻ്റെ ഈ ഫ്ലവറിങ്ങിൻ്റെ സമയത്ത് മുതൽ ഇതിൻ്റെ കായ് പഴുക്കുന്നത് വരെ ഒരുപാട് കീടങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ടൈമാണ് പച്ചക്കറികളിൽ പ്രത്യേകിച്ച്. അപ്പം നമ്മളിവിടെ യാതൊരുവിധ പെസ്റ്റിസൈഡും ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പല കായകളിലും നമുക്കിവിടെ കാണാം ചെറിയ രീതിയിലുള്ള പെസ്റ്റുകളുടെ ആക്രമണമുണ്ട്. പെസ്റ്റിൻ്റെ ആക്രമണം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ അനുവദനീയമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ പച്ചക്കറികൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഈ ഒരു വീഡിയോ ഒരു പ്രചോദനമായി കണ്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും വിഷരഹിതമായ പച്ചക്കറികൾ കൃഷി ചെയ്ത് നല്ല ആരോഗ്യത്തോടെ എല്ലാവരും ജീവിക്കുക. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ചുള്ളി ഫാമുമായി ബന്ധപ്പെടാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം.